അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഇപ്പോൾ അനന്തുവിന്റെ മരണത്തിൽ ആരാണ് യഥാർത്ഥ കുറ്റവാളി, ആർക്കാണ് യഥാർത്ഥ ഉത്തരവാദിത്വം എന്നാണ് BJP കാണുന്നത്? കാരണം ഈ വന്യജീവി സംഘർഷങ്ങളിൽ ഏറ്റവും ആത്യന്തികമായി കേന്ദ്ര നിയമമാണ് ഏറ്റവും വലിയ തടസ്സം എന്നുള്ളത് സംസ്ഥാന സർക്കാർ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യവുമാണ്. ഞാൻ ഇതിന് എൻ്റെ വ്യക്തിപരമായി മാത്രമല്ല, പാർട്ടിയുടെ നിലപാട് അത് തന്നെയാണ്. ഇതിന് നമ്മൾ KSEBയെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ആരെങ്കിലും വ്യക്തികളെ കുറ്റം പറഞ്ഞിട്ടോ അല്ല കാര്യം. ഈ വ്യവസ്ഥിതിക്കാണ് കുറ്റം പറയേണ്ടത്. ഈ വ്യവസ്ഥിതിയുടെ അടിസ്ഥാനപരമായ പ്രശ്നമാണ്. ഇവിടെ ഇത് ഒരു ഭരണകൂട അനാസ്ഥയായി മാത്രമേ നമുക്ക് ചിത്രീകരിക്കാൻ കഴിയൂ. രാവിലെ ഇന്നലെ കോൺഗ്രസ് KSEBയെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ തന്നെ CPM ഇന്ന് പറഞ്ഞു പ്രതിക്ക് കോൺഗ്രസ് ബന്ധമുണ്ട്. ഈ രണ്ട് ആരോപണങ്ങളെയും ബാലിശമായി മാത്രമേ ഞാൻ കാണുള്ളൂ. ഞാനൊരു പ്രതിപക്ഷ പാർട്ടിയുടെ അംഗമാണെങ്കിൽ പോലും നിഷ്പക്ഷമായി നിന്നുകൊണ്ട് പറയുമ്പോൾ ഈ രണ്ട് ആരോപണങ്ങളെയും വളരെ ബാലിശമായിട്ടേ കാണാൻ കഴിയൂ. നമുക്കറിയാം ഇവിടെ അടിസ്ഥാനപരമായ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ സംസ്ഥാനം നമ്മുടെ AK ശശീന്ദ്രൻ കേരള നിയമസഭയിൽ കൊടുത്ത ഒരു ഉത്തരം, ആ കേരള നിയമസഭയിൽ കൊടുത്ത ഉത്തരത്തിൽ കേരളത്തിൽ എത്ര ഇപ്പോൾ ഡെലിഗേറ്റഡ് പവർ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് പന്നിയെ വെടിവെക്കാൻ കൊടുത്തിട്ടുണ്ടെന്നാണ് ചോദിച്ചത്. ഈ 2025 മാർച്ചിൽ ഈ AK ശശീന്ദ്രൻ കൊടുത്തൊരു മറുപടിയുണ്ട്. 420 പേരെയാണ് അങ്ങനെ തോക്ക് ലൈസൻസ് ഉള്ളവരെ ഓതറൈസ് ചെയ്തിട്ടുള്ളത്. 950 പഞ്ചായത്തുള്ള ഒരു സംസ്ഥാനം, 950-ലധികം പഞ്ചായത്തുള്ള ഒരു സംസ്ഥാനത്ത് 420 പേരെ പന്നിയെ വെടിവെക്കാൻ ലൈസൻസ് കൊടുത്താൽ അല്ലെങ്കിൽ അതിനെ ഓതറൈസ് ചെയ്താൽ എന്താവുന്നുള്ളൂ. ഈ നിലമ്പൂർ മാത്രം 10 പേരാണ് ആകെ എംപാനൽ ചെയ്തിട്ടുള്ളത്. 8-7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുമുള്ള ഈ നിയോജക മണ്ഡലത്തിൽ 10,000-കണക്കിന് പന്നിയുണ്ട്. ഞാനിത് എൻ്റെ എക്സാജറേറ്റഡ് കണക്കൊന്നുമല്ല ചോദിച്ചത്. 10,000-കണക്കിന് പന്നിയുണ്ട്, വന്യമൃഗങ്ങളുണ്ട്. എന്തിന് നിലമ്പൂർ ടൗണിലേക്ക് ആന ഇറങ്ങി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒറ്റ വാക്കിൽ ഇതിനെ ഒന്ന് സംശീകരിക്കുകയാണ്. ഇത് മലയോര ജനതയുടെ ഒരു രക്തസാക്ഷിയാണ് അനന്തു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഇപ്പോൾ കേന്ദ്ര നിയമത്തിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് ഞാൻ പറയട്ടെ, നിങ്ങളൊന്ന് എടുത്ത് വായിച്ച് നോക്കണം. സെക്ഷൻ 11(1)A, ഇത് ഫോറസ്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 11(1)A എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് CCFന് ഷെഡ്യൂൾ 1-ലും 2-ലും പെടുന്ന ഏത് മൃഗത്തെയും ഹണ്ടിങ് ചെയ്യാനുള്ള പെർമിഷൻ സെൻട്രൽ ആക്ട് പ്രൊവിഷനുണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞില്ല തോക്കിൻ്റെ കാര്യം, ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ. പണ്ട് ഇതൊന്നും അല്ലാത്തൊരു കാലത്ത് ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന നിലമ്പൂരിലാണ്. ഈ നിലമ്പൂരിലേക്ക് കുടിയേറ്റം ഉണ്ടായ മലയോര കർഷകർ കുടിയേറ്റിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 50-കൾ 60-കൾ 70-കളാണ്. ഇവിടെയുള്ള എല്ലാ 3ാമത്തെ തലമുറയാണ് ഇവിടെയുള്ളത്. ഈ കാലഘട്ടത്തിൽ ഇതിനേക്കാൾ വലിയ വനവും ഇതിനേക്കാൾ കൂടുതൽ മൃഗങ്ങളുള്ളൊരു കാലത്ത് ഒരു കുഴപ്പവുമില്ലാതെ ഇവിടെ മണ്ണിനോടും മലമ്പാമ്പിനോടും മല്ലടിച്ച് ഇവിടെ പൊന്നു വിളയിച്ച കർഷകരാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇന്ന് അവർ തോറ്റു മടങ്ങിയിരിക്കുന്നു. ഈ 50-കളിലും 60-കളിലും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ ഇവിടെ കേരള വനം വകുപ്പിൻ്റെ ആറ്റിറ്റ്യൂഡിലുള്ള വ്യത്യാസം. അന്ന് കർഷകനൊപ്പം ജനതയ്ക്കൊപ്പം മനുഷ്യന് വില കൊടുത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് വന്യമൃഗങ്ങൾക്ക് മാത്രം വില കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ നാട് പോയിരിക്കുന്നു. അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അവിടെ ഒരു കുടുക്ക് അയാളിട്ടു. അയാളൊരു മാംസ കച്ചവടക്കാരനാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അയാൾ ചെയ്ത ഗുരുതരമായ തെറ്റാണ്. അയാൾക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിച്ച് അയാൾക്കെതിരെ അയാളുടെ കുറ്റം തെളിച്ച് അയാൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണം. പക്ഷേ അവിടെയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അയാൾക്കറിയാമായിരുന്നു ആ കുടുക്കുണ്ടാക്കി വെച്ചിരുന്നത് കൃഷിഭൂമിയിലാണ്, വനഭൂമിയിലല്ല. ആ കൃഷിഭൂമിയിൽ ആ പന്നി എത്തുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അയാൾ എന്തുകൊണ്ട് അവിടെ കുടുക്കിട്ട് വെച്ചു? ആൾക്ക് നല്ല ബോധ്യമുണ്ടാകും കൃഷി പറ്റി. അപ്പോൾ ഈ നാട്ടിൽ ഒരു സാധാരണക്കാരൻ ജീവിക്കാൻ മേലാത്ത സാഹചര്യത്തിലേക്ക് ഈ സാഹചര്യങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ നാട് ഭരിക്കുന്ന സർക്കാരിനാണ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ പല വീടുകളും ചെല്ലുമ്പോൾ ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടുപോയി. എന്താണെന്നറിയോ? അവരുടെ ഒരു അവരുടെ ഒരു സാമ്പത്തിക വിഷയം, 4-5 ഏക്കർ സ്ഥലമുള്ള ആളുകൾക്ക് പോലും ഈ നാട്ടിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത ഒരു വലിയ സാഹചര്യം ഈ നാട്ടിലുണ്ട്. അതിന് പരിഹാരം ഉണ്ടാകണം. അതിന് പരിഹാരം ഉണ്ടാക്കാതെ ഞാനൊരു കാര്യം ചോദിച്ചട്ടെ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എല്ലാ ചാനലിലും, ഇപ്പം നിങ്ങളുടെ ചാനലിലൊക്കെ ഇവിടെ ഓഫീസ് വരെ ഉണ്ട് നിലമ്പൂരിൽ. എല്ലാ ചാനലുകളും ഇവിടെ ഉണ്ട്. എല്ലാ പത്രത്തിൻ്റെയും സീനിയർ റിപ്പോർട്ടേഴ്സ് ഉണ്ട്. എല്ലാ ചാനലുകളുടെയും വളരെ സീനിയർ ആയിട്ടുള്ള റിപ്പോർട്ടേഴ്സ് ഉണ്ട്. എല്ലാ രാഷ്ട്രീയ നേതാക്കളുണ്ട്. 100 MLA-മാർ ഇവിടെ ഉണ്ട്. 100 130 MLA-മാർ, 20 മന്ത്രിമാർ ഇവിടെ ഉണ്ട്. മുഖ്യമന്ത്രി നാളെ വരുന്നു. എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇവിടെ വരുന്നു. എല്ലാവരും ഇവിടെയുള്ള ഈ സമയത്തല്ലായിരുന്നു ഈ സംഭവം നടന്നിരുന്നെങ്കിൽ, അല്ല ഇപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ ഇവിടെ ഒരു ബൈ ഇലക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ വാർത്ത ഒരു പത്രത്തിൻ്റെ കോളത്തിൽ ഒതുങ്ങിപ്പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഇത് ഇനി ആവർത്തിക്കപ്പെടരുത്. ഇത് കേരളം ചർച്ച ചെയ്യണം, ഈ വിഷയം പരിഹരിക്കണം. ഇവിടെ മാത്രമല്ല,
ഈ നിലമ്പൂരിൽ മാത്രമല്ല ഈ വിഷയമുള്ളത്, വഴിക്കടവിൽ മാത്രമല്ല വിഷയമുള്ളത്. കേരളത്തിലെ 400-ലധികം വരുന്ന പഞ്ചായത്തുകളെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയവും അവിടുത്തെ അടിസ്ഥാനപരമായ സമ്പദ്ഘടന വരെ തകർത്ത് കളയുന്ന അടിസ്ഥാന പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാതെ ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും കപട പരിസ്ഥിതിവാദികളുടെയും ഓച്ചാരത്തിന് അവരുടെ കാർബൺ ഫണ്ട് ഉൾപ്പെടെ കൈപ്പറ്റിക്കൊണ്ട് അവരുടെ ഓച്ചാരം കൈപ്പറ്റിക്കൊണ്ട് ഇവിടെ നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥരെയും ഓച്ചാരത്തിൽ നിന്നു കൊടുക്കുന്ന വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തൊരു മന്ത്രിയും അത് എന്തു പറയണമെന്ന് പോലും അറിയാൻ മേലാത്തൊരു പ്രതിപക്ഷവും ആണ് ഈ നാടിൻ്റെ ശാപം. ഇവിടെ ഇത് ചർച്ചയാകണം. ഈ അനന്തു അവസാനത്തെ രക്തസാക്ഷിയാകണം. അതാണ് BJPയുടെ നിലപാട്. കേന്ദ്ര നിയമങ്ങളിൽ ഒരു കുഴപ്പവുമില്ല, കേന്ദ്ര നിയമം ഒരു തടസ്സമേ അല്ല എന്നാണോ പറഞ്ഞു വരുന്നത് ഷോൺ? 100% സ്മൃതി. ഞാൻ ഇപ്പം നിങ്ങൾക്ക് കയ്യിൽ ഫോണുണ്ടല്ലോ, ആ സെക്ഷൻ ഫോറസ്റ്റ് ആക്ട് സെക്ഷൻ 11(1)A ഒന്ന് എടുത്ത് വായിച്ചു നോക്ക്. അതിനെന്താ പ്രശ്നം? ഒന്ന് പോട്ടെ, സെക്ഷൻ 2 അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, സ്വയരക്ഷയ്ക്ക് വേണ്ടിയും ജീവനും സ്വത്തിനും അപകടമാണെന്ന് തോന്നിയാൽ നമുക്ക് സ്വയം വെടിവെക്കാം. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു, എൻ്റെ ഇത് മണ്ണെണ്ണയിലാണോ വെളിച്ചെണ്ണയിലാണോ വറക്കുന്നത് നമുക്ക് തീരുമാനിക്കാം, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാണ്. അതൊന്ന് ഉറക്കെ പറഞ്ഞിട്ട് ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് പന്നിയെ പിടിക്കുന്നവനെ ഇനി തൊടണ്ട എന്നൊന്ന് മുഖ്യമന്ത്രിക്ക് ഒന്ന് പറയാമോ? ഒഫീഷ്യലി പറയണ്ട, അൺഒഫീഷ്യലി പറഞ്ഞാൽ മതി. ഇവിടെ ഏതെങ്കിലും ഒരു പന്നി കുരുക്കിൽ വീണ് ആ പന്നിയെ പിടിച്ചു എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞാൽ കൊലപാതക കേസിന് പോലെ തുല്യമാണ്. അവന്റെ ജീവിതം പോക്ക, അവന്റെ ജീവിതം അവസാനിച്ചു. ഇവിടെ ചില കാര്യങ്ങളിൽ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അത് ചെയ്തില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. പക്ഷേ അതിലും മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കാട്ടുപന്നിയെപ്പോൾ വെടിവെക്കാമെന്ന് നിയമമുണ്ട് എന്ന് പറയുമ്പോഴും വെടിവെച്ച ശേഷം അത് വെടിവെച്ചത് എന്തിനാണെന്നും ഏത് സാഹചര്യത്തിലാണ് എന്നും അവിടുത്തെ ഒരു സാധാരണ കർഷകന് തെളിയിക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. ഒരുപാട് നൂലാമാലകളുണ്ട്. അതെല്ലാം ഒഴിവാക്കിയതാണോ കേന്ദ്ര നിയമം എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.